നമസ്കാരം, ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മുങ്ങി മരിച്ചത് 232 കുട്ടികൾ. ഏറ്റവും കൂടുതൽ പേർ മലപ്പുറത്ത്. ഗൾഫിൽ അവധിക്കാലം തുടങ്ങി. പ്രവാസികളെ കൊള്ളയടിച്ച് വിമാന കമ്പനികൾ. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് ഇരട്ടിയിലധികം. ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ലെന്ന് MVD. വയനാട് എൻഫോഴ്സ്മെന്റ് RTOക്ക് റിപ്പോർട്ട് നൽകി. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ CBIയും NDAയോടും തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചിരുന്നു. നാളെയാണ് കേസിൽ വിശദമായ വാദം കേൾക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ വ്യക്തത വരുത്തി വിശദമായ റിപ്പോർട്ടിംഗ് സമർപ്പിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇന്ന് വൈകിട്ട് 5 മണിക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഒപ്പം CBIയും ദേശീയ പരീക്ഷാ ഏജൻസിയും തൽസ്ഥിതി റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ വ്യാപ്തി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും പുനർപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി തീരുമാനമെടുക്കുക. 24 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമായതിനാൽ പുനർപരീക്ഷ നടത്തുക പ്രയാസകരമാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു. പുനർപരീക്ഷ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസവും പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ സുപ്രീം കോടതിയുടെ വിധി ഏറെ നിർണായകമാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ 2 പേരെ കൂടി CBI ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഒരു വിദ്യാർത്ഥിയും അറസ്റ്റിലായ മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ പിതാവുമാണ് ബീഹാറിൽ നിന്നും അറസ്റ്റിലായത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മുങ്ങി മരിച്ചത് 232 കുട്ടികൾ. ഏറ്റവും കൂടുതൽ പേർ മലപ്പുറത്ത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് മുങ്ങി മരിച്ചത് 232 കുട്ടികളാണെന്ന് കണക്കുകൾ പുറത്തുവിട്ടു. ഏറ്റവും കൂടുതൽ കുട്ടികൾ മുങ്ങി മരിച്ചത് മലപ്പുറത്താണ്. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകളാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് 1170 പേർ മുങ്ങി മരിച്ചിരുന്നു. ഇതിൽ 232 കുട്ടികളാണ്. 14 വയസ്സിന് താഴെയുള്ള 98 ആൺകുട്ടികളും 29 പെൺകുട്ടികളും മുങ്ങി മരിച്ചു. 14നും 18നും ഇടയിൽ പ്രായമുള്ള 99 ആൺകുട്ടികളും 6 പെൺകുട്ടികളുമാണ് മരിച്ചത്. നീന്തൽ അറിയാത്തതാണ് പ്രധാന കാരണം. മലപ്പുറം ജില്ലയിലെ 47 കുട്ടികളും തൃശൂർ ജില്ലയിലെ 33 കുട്ടികളും മുങ്ങി മരിച്ചു. ഈ വർഷം ഇതുവരെ 500-ലധികം പേർ മുങ്ങി മരിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ നിരവധി ഭൂരിഭാഗവും കുട്ടികളാണ്. ഗൾഫിൽ അവധിക്കാലം തുടങ്ങി. പ്രവാസികളെ കൊള്ളയടിച്ച് വിമാന കമ്പനികൾ. ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചത് ഇരട്ടിയിലധികം. ഗൾഫിൽ അവധിക്കാലമായതോടെ വിമാന കമ്പനികളുടെ കൊള്ളയും ആരംഭിച്ചു. വിമാന ടിക്കറ്റ് നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. അത് കുടുംബമായി വരുന്നവർക്ക് ടിക്കറ്റ് ഇനത്തിൽ ലക്ഷങ്ങളാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. മിക്ക ഗൾഫ് രാജ്യങ്ങളിലും സ്കൂളുകൾ അടച്ചു. അവധിക്കാലത്ത് മാതാപിതാക്കളും കുട്ടികളും എത്തുന്നത് മനസ്സിലാക്കിയ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഒറ്റയടിക്ക് കുത്തനെ കൂട്ടി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് കേരളത്തിലേക്ക് ശരാശരി 12,000 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. എന്നാൽ ഇപ്പോൾ 30,000 രൂപ നൽകിയാലേ യാത്ര ചെയ്യാൻ കഴിയൂ. അബുദാബി, ദുബായ്, ഷാർജ, ദോഹ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും നേരത്തെയുള്ളതിനേക്കാൾ ഇരട്ടി പണം നൽകിയാലേ നാട്ടിലെത്താൻ കഴിയൂ. പ്രവാസികളെ പിഴിയുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കണമെന്ന് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നു. കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കും വർദ്ധിപ്പിച്ചു. അവധിക്കാലത്ത് തിരിച്ച് പ്രവാസ ജീവിതം നയിക്കുന്നവരിലേക്ക് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ ഭീമമായ ടിക്കറ്റ് നിരക്ക് നൽകി വേണം അവർ യാത്ര ചെയ്യാൻ. ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ലെന്ന് MVD. വയനാട് എൻഫോഴ്സ്മെന്റ് RTOക്ക് റിപ്പോർട്ട് നൽകി. ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ്. കണ്ണൂർ എൻഫോഴ്സ്മെന്റ് RTO വയനാട് എൻഫോഴ്സ്മെന്റ് RTOക്ക് റിപ്പോർട്ട് നൽകി. ആകാശിന്റെ നിയമവിരുദ്ധ യാത്രയിൽ കർശന നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മോട്ടോർ വാഹന നിയമം ലംഘിച്ചുള്ള ആകാശ് തില്ലങ്കേരിയുടെ യാത്രയിൽ സ്വമേധയാ കേസെടുക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. പൊതുസ്ഥലം നിയമം ലംഘിച്ച ക്രിമിനൽ കേസിലെ പ്രതിയാണെന്നും ഹൈക്കോടതി വിമർശിച്ചു. മീഡിയ 1 വാർത്ത പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ ഇടപെടൽ.
നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വാഹനം ഓടിച്ച് നിയമലംഘനം നടത്തുന്നതെന്ന് ഡിവിഷൻ ബെഞ്ചും വിമർശിച്ചു. പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പോലും പാടില്ലാത്ത വാഹനമാണിതെന്നും സ്വമേധയാ ഇടപെടുമെന്നും കോടതി വ്യക്തമാക്കി. ഇതോടുകൂടെ വാർത്തകൾ പൂർണ്ണമായി. നന്ദി, നമസ്കാരം.